അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത്. അവളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും അവരുടെ വീട്ടിലിരുന്ന കപ്പ്. ഇത് ഒരുക്കിയതാണ്, അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ്. ഉളുപ്പില്ലാതെ ആ കപ്പ് അവരുടെ വീട്ടിൽ വെച്ച് അത് നോക്കുമ്പോൾ അനീഷിന്റെ മുഖമായിരിക്കും ആ കുട്ടിക്ക് ആ കപ്പിൽ കൂടി കാണാൻ കഴിയുന്നത്. ഈ വോട്ട് ചെയ്തവരെല്ലാം വീണ്ടും മണ്ടരായില്ലേ? അത് മാത്രമല്ല, ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നത് നിർത്തും മതി എന്നൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ, പകുതി വെച്ച് നിർത്തിയില്ലേ? ഇതൊക്കെ ഫേക്കാണ്. ജനൂനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച്, നല്ല ശക്തമായ ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും ഈ ഇങ്ങനെ വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര ഒരു മോശമല്ലേ അത്? അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മാൻഡറേക്ക് ഇരിക്കുന്ന കണക്കാണ്. ആ വ്യക്തിയുടെ കണ്ണുനീരാണ് ഇരിക്കുന്നത്. കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത്. അവളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും അവരുടെ വീട്ടിലിരുന്ന കപ്പ്. മനസ്സിലായ? ഈ കപ്പ് ഒരു വലിയ സംഭവമായിട്ടല്ല, പക്ഷേ നമ്മളെപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അർഹിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് 100% അത് ഇപ്പോഴും ഈ വോട്ട് ചെയ്തവരെല്ലാം വീണ്ടും മണ്ടരായില്ലേ? വോട്ട് ചെയ്തവർ ഇത്രയും പേര് ഭയങ്കര രീതിയിൽ വോട്ട് ചെയ്തു, ഇവള് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ്. പുറത്ത് വന്നപ്പോൾ അവള് തന്നെ തെളിയിച്ചില്ലേ? ആ PR വന്ന് പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടായത് കൊണ്ടാണ് ആ കുട്ടി അവിടെ നാണം കെടാൻ നിന്നത്. 50 ദിവസം പോലും നിൽക്കില്ലായിരുന്നു. അതെ, 50 ദിവസം പോലും നിൽക്കില്ല, ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ നിന്നേ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഗെയിം കളിച്ചിട്ടല്ല ആ കുട്ടി നിന്നത്. കാശ് കൊടുത്ത് എത്ര ലക്ഷമാണോ ലക്ഷം കൊടുത്ത് ആ ഫേക്കായിട്ട് PR വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫേക്കാണല്ലോ. മനസ്സിലായോ? PR വർക്ക്സ് എന്ന് പറയുന്നത് ആടിനെ പട്ടിയായി കാണിക്കുകയാണ്. അതാണ് PR വർക്ക്സ് എന്ന് പറയുന്നത്. യഥാർത്ഥ കഴിവുള്ള ഒരു ആളെ ഉണ്ടെങ്കിൽ അയാൾക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്താണോ അവിടെ കാണിക്കുന്നത് അത് പുറത്തു വന്നാൽ മതി, പ്രേക്ഷകർ ഏറ്റെടുക്കും. ആ ഇവിടെ കാണിച്ചെന്ന് പറയുന്നത് ഇവിടെ പിന്നെ അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ PR കാണിച്ചു എന്നുള്ളതാണ്. അത് അവൻ തന്നെ പറയുന്നുണ്ട്, PR തന്നെ പറയുന്നുണ്ട്. 50 അല്ലെങ്കിൽ ഇത്ര ദിവസം നിൽക്കേണ്ടുള്ള കരഞ്ഞ് മെഴുകി അവൾ ഇറങ്ങേണ്ടുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടി എന്ന് പറയുന്നത്, ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം ഈ ഇത്രയും PR വർക്കും കാര്യങ്ങളും ഈ സീസണിലാണ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ PR മേടിച്ചു കൊടുത്ത കപ്പെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു സാമ്പത്തികമുള്ള ഒരു വ്യക്തിക്ക് അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുമ്പോൾ എന്ത് പൊട്ടത്തരം അവിടെ കാണിച്ചിട്ട് നിന്നാലും വിജയിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ PR ഉള്ളത് ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ, അവിടെ പോയി എന്തും കാണിക്കാം. അപ്പോ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരുത്തന് മാത്രം അല്ലെങ്കിൽ ഒരുത്തിക്ക് മാത്രമുള്ളതാണ് ബിഗ് ബോസ്. അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ 7th ബിഗ് ബോസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഡയറക്റ്റ് ചെയ്ത ഒരാളല്ല ഇപ്പോഴും അതിന്റെ പിന്നാമ്പുറത്ത് ഡയറക്റ്റ്, ഏതൊരു പൊട്ടനാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഫിക്ഷനൊക്കെ ചെയ്യേണ്ട ആളിനെ പിടിച്ച് നോൺ ഫിക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വളരെ മനോഹരമായി ഗെയിം ചെയ്തുകൊണ്ടിരുന്നത്, ജിസേല് മനോഹരമായി ഗെയിം ചെയ്തതാണ്. ഇവരൊക്കെ ശരിക്കും ഈ 5th ടോപ്പ് 5 വരേണ്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? അതെനിക്ക് വേറൊരു എന്താണ്, ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പയ്യനില്ലേ, സാബുമാൻ. ഈ സാബുമാൻ ഒക്കെ ഈ അവസാനം വരെ എന്തിനാ കൊണ്ടുപോയെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ കരുതി ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി പോകുന്നുള്ളത്. അപ്പോൾ എല്ലാ ക്രമക്കേടുകളാണ്. ഇത് ജനം മനസ്സിലാക്കുന്നില്ല. ജനങ്ങൾ വീണ്ടും ഇരുന്ന് വോട്ട് ചെയ്യുന്ന ഇവരുടെ വോട്ട്. കാരണം ഞാൻ പറയാം, ഇതൊന്നും വോട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കളികളല്ല. എപ്പോഴും അത് മനസ്സിലായോ? അത് ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇതൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് എന്താണോ ഇത് ഒരുക്കിയതാണ്, അനുമോൾക്ക് വേണ്ടിയിട്ട് അവർ കളം ഒരുക്കിയതാണ്. അപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടായിരുന്നോ? എല്ലാ സീസൺസും അങ്ങനെ ആണോ? മിക്ക സീസൺസും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ വ്യക്തമായി അത് കാണിച്ചു തന്നു. അനുമോൾക്ക് ഒരുക്കിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളല്ലോ. നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ എന്നുള്ളതൊക്കെ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്നും സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖമാണ്, അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നതാണ്, വളിപ്പത്തരം പറയുന്നതാണ്, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജെന്യൂനായിട്ട് ചിന്തിച്ചു നോക്കുക. അവിടെ ആരാണ് ഗെയിം ചെയ്തത്? അനീഷാണ്. അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത്. ആ കപ്പ് തട്ടിയെടുത്തുകൊണ്ടാണ് അനുമോള് പോയത്. പക്ഷെ അതെങ്ങനെ ഉളുപ്പില്ലാതെ ആ കപ്പ് അവരെ വീട്ടിൽ വെച്ച് അത് നോക്കുമ്പോൾ അനീഷിന്റെ മുഖമായിരിക്കും ആ കുട്ടിക്ക് ആ കപ്പിൽ കൂടി കാണാൻ കഴിയുന്നത്. ഈ പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്, അനുമോൾ ആ വീട്ടിനുള്ളിൽ എന്താണ് ചെയ്തത്? ഡ്രാമയാണോ, കർശൽ ഡ്രാമയാണോ? എന്താണ് ശരിക്കും ആ കുട്ടി ചെയ്തത്? അത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ കൂടുതൽ ജനങ്ങൾ തന്നെ അല്ലേ വോട്ടും ചെയ്ത് മറ്റേ PR വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കി നടക്കുന്നത്. അവർ ചിന്തിക്കണം, ഡിസേർവ് ആയിട്ടുള്ള ഒരാൾക്ക് വേണം ഇത് കിട്ടാനെന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണം, അവർക്ക് വോട്ട് ചെയ്യണം. പക്ഷെ അപ്പോഴും ആദ്യം മുതലുള്ള ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അനീഷിനായിരുന്നു ടോപ്പിലുള്ള വോട്ടിംഗ്. നോക്കുമ്പോൾ എപ്പോഴും വോട്ടിങ്ങിൽ അനീഷായിരുന്നു ടോപ്പ് നിന്നിരുന്നത്. ലാസ്റ്റ് മൊമെന്റ് ആയപ്പോ ആ ഒരു ഗ്രാൻഡ് ഫിനാലെ ടൈമിലാണ് നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആയി പോയത്, ചേഞ്ച് ആയി.
അല്ലെങ്കിൽ അനുമോൾ ഫസ്റ്റ് കയറി എന്നുള്ള കാര്യം, അത് ശരിക്കും ഒരു കള്ളത്തരം കാണിച്ചതാണോ അതോ? 101% അത് ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലാകും. അത് മാത്രമല്ല, ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നത് നിർത്തും മതി എന്നൊക്കെ പറഞ്ഞില്ലേ, അതെ 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 ഇല്ലേ, അതെ. പകുതി വെച്ച് നിർത്തിയില്ലേ, ഇതൊക്കെ ഫേക്കാണ്. പിന്നെ ഇതിന്റെ വോട്ട് ചെയ്യുന്നത്, വോട്ട് ചെന്ന് വീഴുന്നത് എവിടെയാണ്? അതായത് ഇവര് നിർമ്മിച്ച, അതായത് ഹോട്ട്സ്റ്റാർ നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ. അതെ അതെ. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാമല്ലോ, ഇല്ലേ? അതെ. ഇപ്പൊ എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വോട്ട് ചെയ്താലും ഇത് എവിടെ ചെന്നാണോ നിൽക്കുന്നത് അവർക്കത് മാറ്റാനുള്ള പല ഇതുണ്ട്. അത് എന്ത് വേണം അവർക്ക് കാണിക്കണം, ആർക്ക് കൊടുക്കണം, ഇതൊക്കെ അവർ തീരുമാനിക്കും. വോട്ടൊക്കെ ഒരു പ്രഹസനമാണ്, അതെപ്പോഴും മനസ്സിലാക്കിക്കോളൂ.